അതുകൊണ്ട് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. ഓക്കെ. ഈ ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് തോന്നിയ ഒരു പോയിന്റ്, സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയമാണ്. ഈ റിവ്യൂസും അങ്ങനെ ജഡ്ജ്മെൻ്റലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതൊരു സെപ്പറേറ്റ് കൈൻഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. അത് ആക്ച്വലി സിനിമയായിട്ടൊരു ബന്ധമില്ല. വെറുതെ ചർച്ചകൾക്ക് വേണ്ടി ഇരിക്കുന്നവരില്ലേ, ഡിസ്കഷൻസ്, പാനൽ ഡിസ്കഷൻസ്, അല്ലെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ അവർ ആ ചർച്ചകൾ കാണാനായിട്ട് റിവ്യൂസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരൊരു പക്ഷേ മൂവി ബഫ്സ് ആവണമെന്ന് പോലുമില്ല. അവർക്ക് ചിലപ്പോൾ ഈ എന്താ പറയുക, സിനിമകളെ റിവ്യൂ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ കാണാനാണ് അവർക്കിഷ്ടം. അവരൊരു പക്ഷേ ഒരുപാട് സിനിമകൾ കാണുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പം നമ്മൾ അത് ക്ലിയറായിട്ട് നമ്മൾ ഏത് കൂട്ടത്തിലാണ് പെടുന്നതെന്ന് നമുക്കൊരു ക്ലാരിറ്റി വേണം. ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എൻ്റെ രസത്തിന് ഞാൻ പോയി സിനിമ എക്സ്പെരിമെൻറ്റ് ചെയ്യണം, ഒരു അഡ്വഞ്ചറായിട്ട് കാണണം. എല്ലാവരും അവിടെ പോകുന്നത് സേഫാണ്, ഇത് 100% നിങ്ങൾക്ക് തൃപ്തി തരും എന്ന് പറഞ്ഞിട്ട് മാത്രം പോയി സിനിമ കാണേണ്ട കാര്യമില്ല. ഈച്ച് സിനിമ ഈസ് ആൻ അഡ്വെഞ്ചർ. നിങ്ങളുടെ ലൈഫിലൊരു 2.5-3 hours ഒരു അഡ്വെഞ്ചറിലേക്ക് പോവുകയാണ്. ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നിങ്ങൾ വേറൊരു ലോകത്തിലേക്ക്, ആ കഥ ക്രിയേറ്റ് ചെയ്തവരുടെ ലോകത്തിലോട്ട് നമ്മൾ സഞ്ചരിക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ എടുക്കുന്ന റിസ്ക് ആക്ച്വലി നോക്കിയാൽ വളരെ ചെറുതല്ലേ, ഒരു ടിക്കറ്റ് വാങ്ങിക്കുന്നതിൻ്റെ റിസ്ക് അല്ലേ ഉള്ളൂ. അപ്പോൾ ഐ തിങ്ക് സിനിമയോടുള്ള ആ ഒരു അഡ്വെഞ്ചറസ് സ്പിരിറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും റിവ്യൂസ് പറഞ്ഞ് എല്ലാവരും നല്ലത് പറഞ്ഞതിന് ശേഷം ഞാൻ പോയി കാണാം, പിന്നെ എന്താ അതിലുള്ള ത്രില്ല്?